നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ JLT സിലബസിൽ അവസാനത്തെ മോഡ്യൂളിൽ വരുന്ന പാരിഭാഷിക് ശബ്ദാവലിയാണ് നോക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ സീനിയർ, വരിഷ്ഠ്. സീനിയർ എന്ന് പറഞ്ഞാൽ വരിഷ്ഠാണ്. അപ്പോൾ ജൂനിയർ എന്ന് പറഞ്ഞാലോ ജൂനിയർ കനിഷ്ഠാണ്. നെക്സ്റ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ്. ജൂനിയർ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ കനിഷ്ഠ ലേഖാപാൽ. അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ലേഖാപാൽ എന്നാണ് പറയേണ്ടത്. കീപ്പർ ഓഫ് റെക്കോർഡ്സ്. കീപ്പർ ഓഫ് റെക്കോർഡ്സ് അഭിലേഖാപാൽ. കീപ്പർ ഓഫ് റെക്കോർഡ്സ് അഭിലേഖാപാൽ. ലേബർ ഓഫീസർ. ലേബർ ഓഫീസർ ശ്രമ അധികാരി. ശ്രമ അധികാരി. ലാൻഡ് അക്വിസിഷൻ ഓഫീസർ. ലാൻഡ് അക്വിസിഷൻ ഓഫീസർ ഭൂമി അർജൻ അധികാരി. ഇങ്ങനെ ഒരു പാരിഭാഷിക ശബ്ദാവലി വന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കി അത് മലയാളത്തിലേക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുണ്ടാകും. കാരണം ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മീനിങ്സ് അറിയുകയാണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. ലാൻഡ് ഭൂമിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടോ, ഭൂമി അർജൻ അധികാരി. ലാൻഡും ഓഫീസറും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ലാൻഡ് അക്വിസിഷൻ ഓഫീസർ എന്നതിൻ്റെ ഹിന്ദി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ലാൻഡ് ഭൂമിയാണെന്നറിയാം, ഓഫീസർ അധികാരിയാണെന്ന് അറിയാമെങ്കിൽ ലാൻഡ് അക്വിസിഷൻ ഓഫീസർ എന്താണ്, ഭൂമി അർജൻ അധികാരി എന്ന് കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും. ലെക്ചർ. ലെക്ചർ എന്ന് പറഞ്ഞാൽ പ്രാധ്യാപക്. നെക്സ്റ്റ് ലെഡ്ജർ ക്ലർക്ക്. ലെഡ്ജർ ക്ലർക്ക് എന്താണ്, ഖാത്ത ലിപിക്. ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ലിപിക്കാണ്. ലീഗൽ അഡ്വൈസർ വിധി സലാഹക്കാർ. അഡ്വൈസറിന് പറയുന്ന പേരാണ് സലാഹക്കാർ. ലേസൺ ഓഫീസർ സമ്പർക്ക് അധികാരി. ലേസൺ മീൻസ് സമ്പർക്ക്. ലൈബ്രറിയൻ. ലൈബ്രറിയൻ എന്ന് പറഞ്ഞാൽ പുസ്തകാലയ അധ്യക്ഷ. ലൈബ്രറിയൻ പുസ്തകാലയ അധ്യക്ഷ. ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ. ലിക്വിഡേഷൻ ഇൻസ്പെക്ടറിന് പറയുന്നത് പരിസമാപൻ. നിരീക്ഷക്. ഇൻസ്പെക്ടർ മീൻസ് നിരീക്ഷക്. ലിക്വിഡേഷൻ മീൻസ് പരിസമാപൻ. ലിറ്റിഗേഷൻ ഓഫീസർ മുക്തമ അധികാരി. അപ്പോൾ ലിറ്റിഗേഷനും ലിക്വിഡേഷനും മാറിപ്പോകരുത്. ലിറ്റിഗേഷൻ മീൻസ് മുക്തമ, ലിക്വിഡേഷൻ മീൻസ് പരിസമാപൻ. ഓക്കെ. ഇൻസ്പെക്ടർ മീൻസ് നിരീക്ഷക്, ഓഫീസർ മീൻസ് അധികാരി. ക്ലിയർ അല്ലേ? ലോവർ ഡിവിഷൻ ക്ലർക്ക് നിമ്ന ശ്രേണി ലിപിക്. അപ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശ്രേണിയാണ്. ക്ലർക്ക് ലിപിക്കാണ്. പ്രിൻസിപ്പൽ പ്രധാനാചാര്യ. പ്രിൻസിപ്പലിന് എന്താണ് പറയുക, പ്രധാനാചാര്യ. സ്കൂളും കോളേജും ഒക്കെ ബന്ധപ്പെട്ട പാരിഭാഷിക് ശബ്ദാവലി നമ്മൾ പഠിച്ചു വെക്കണം. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ പ്രധാനാചാര്യ. അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ അധ്യാപകമാണ്. ഹെഡ് മാസ്റ്ററിന് എന്താ പറയുക, പ്രധാനാധ്യാപക് അല്ലേ. പ്രധാനാധ്യാപക് എന്നാണ് ഹെഡ് മാസ്റ്ററിന് പറയുക. അപ്പോൾ പ്രിൻസിപ്പലിന് നമ്മളെന്ന് പഠിച്ചു, പ്രധാനാചാര്യ എന്നാണ് പറയുക. അപ്പോൾ ലെക്ചറിന് പ്രാധ്യാപക് എന്നാണ് പറയുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ. അപ്പോൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറിന് എന്താണ് പറയുക, പ്രിൻസിപ്പലിന് പ്രധാനാചാര്യ എന്നാണ് പറയുക. അപ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ പ്രധാൻ കിട്ടി, ഇൻഫർമേഷൻ സൂചന, അധികാരി ഓഫീസർ. അപ്പോൾ പ്രധാൻ സൂചന അധികാരി എന്നാണ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ. നെക്സ്റ്റ് പ്രൈവറ്റ് സെക്രട്ടറി. പ്രൈവറ്റ് സെക്രട്ടറി നിജി സജീവ്. നിജി സജീവാണ് പ്രൈവറ്റ് സെക്രട്ടറി. സജീവ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയാണ് കേട്ടോ. സജീവ് ചായാണ് സജീവ്. സജീവ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറി. അപ്പോൾ ക്ലിയർ ആയിട്ടില്ലേ? അപ്പോൾ കുറച്ച് പാരിഭാഷിക് ശബ്ദാവലി നമുക്ക് നാളെ പഠിക്കാം. ഇവയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാൻ നിങ്ങളോട് മറന്നുപോയി. കാരണം കഴിഞ്ഞൊരു കാവ്യശാസ്ത്രത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ ഭട്ടലോലട്ട് നമ്മൾ അനുമതിവാദമായിരുന്നു ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ശങ്കുകാണ്. അനുമതിവാദം എന്ന് പറയുന്നത് ശങ്കുകിൻ്റെ വാദമാണ് കേട്ടോ. ഉത്പത്തിവാദമാണ് ഭട്ടലോലട്ടിൻ്റെ. അത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റർ അടിക്കുമ്പോൾ വരുന്നൊരു മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ ടൈപ്പ് ചെയ്തത് പാടെ അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട് ചില സമയങ്ങൾ. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ വരുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് കമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാൻ മടിക്കരുത്. അതെനിക്ക് വളരെ ഉപകാരമായിരിക്കും. ആർക്ക് വേണമെങ്കിലും തെറ്റ് സംഭവിക്കാം. അത് പോസിറ്റീവായിട്ട് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ കേട്ടോ. അത് ആ ഒരു തെറ്റ് മനസ്സിലാക്കി കമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞാൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.
അപ്പോൾ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തണം. ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പോയി കാണുക, കണ്ടവരാണെങ്കിൽ പോയി തിരുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.